കാണാൻ പോകുന്ന കുടുംബശ്രീ ഷായുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ്. അതായത് ഇന്ന് ട്യൂസ്ഡേ നൈറ്റ് കാണാനുള്ള ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഇപ്പോൾ ഈ പറയുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നതിന് കമൻസ് ഷെയർസ് ലൈക്സിന് ആരും മറക്കണ്ട കേട്ടോ. അപ്പം പിന്നെ ഒറ്റ റിക്വസ്റ്റ് ഉണ്ട്, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും നാളുകൊണ്ട് കണ്ടുകൊണ്ടിരുന്നതിന് ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടി പിടിച്ചിരിക്കുന്നവരാണെങ്കിൽ വലിയ പിശുക്കൊന്നും ഇല്ലാതെ നമ്മുടെ പ്രിയപ്പെട്ട മലയാളികളല്ലേ എല്ലാവരും. അപ്പോൾ ഒന്ന് ധാരാളമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു മടി കൂടാതെ ഒരു സബ്സ്ക്രിപ്ഷൻ അല്ലേ, ജസ്റ്റ് ഒരു ബെല്ലൈക്കണിനകത്ത് പ്രസ് ചെയ്താൽ പോരെ, അതൊന്നും മറക്കാതെ ചെയ്യണേ. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന കാര്യം ശാരദാമ്മ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അമ്മ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും, പപ്പി എൻ്റെ മോളല്ല എന്നുള്ള സത്യം എനിക്ക് പറയാൻ പറ്റുമോ എന്ന രീതി ശ്യാമ ചോദിക്കുന്നതും സത്യഭാമ നേരെ ആ റൂമിലേക്ക് ഇത് കേട്ടുകൊണ്ട് വരുന്നത്. സത്യഭാമ ഭയങ്കര എന്താണ് അമ്പത് നിൽക്കുമോ, എന്ത് ഇവള് പറഞ്ഞെന്തോ പപ്പി തൻ്റെ മോളല്ലാന്നോ, അപ്പം പിന്നെ ഇവളെ ആറ് മോളാ എന്ന ആ ഒരു ആശങ്കയ്ക്കകത്ത് സത്യഭാമ ഇവളെ തുറച്ചു നോക്കുന്നതായിട്ടാണ് ഇന്നലത്തെ എപ്പിസോഡിൻ്റെ എൻഡിങ് ഉണ്ടായത്. സത്യഭാമ കേട്ടെന്ന് ശ്യാമ കണ്ടെന്ന് ശ്യാമ പെട്ടെന്ന് പേടിച്ചെന്താണ് അങ്ങ് ഫോൺ കട്ട് ചെയ്യുവാണ്. അമ്മയെ ഞാൻ പിന്നെ വിളിക്കാൻ എന്നിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് സത്യാമ്മയെ കാണുമ്പോഴത്തേക്കും നോർമലായിട്ട് അങ്ങ് നിൽക്കുമോ, പക്ഷേ എന്നാലും ഭയങ്കര പേടിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ സത്യം നീ എന്തോടി പറഞ്ഞത്, ഫോണിൽ കൂടെ എന്തോ പറഞ്ഞ പപ്പി നിൻ്റെ മോളല്ലാന്നോ, എന്തോ ശ്യാമയെ പറഞ്ഞത്. ശ്യാമയുടെ കയ്യിലൊക്കെ പിടിച്ച് അങ്ങ് കുലിക്കങ്ങ് ചോദിക്കുക. അപ്പോഴത്തേക്കും ശ്യാമ പറയാം, ശ്യാമ ഒന്നും ഇടുന്നില്ല, എന്ത് പറയുന്ന, അയ്യോ ഇതെല്ലാം കേട്ടോ എന്താന്നുള്ള പേടിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും സത്യം പറയാം, നീ എന്തോടി പറഞ്ഞ സത്യം പറയണേ, എനിക്ക് കള്ളത്തരം പറയുന്ന മാത്രം ഈ ലോകത്ത് ഇഷ്ടമല്ല, കള്ളത്തരം പറയുന്നതും വഞ്ചിക്കുന്നതും എനിക്ക് ഈ ലോകത്ത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാന്നൊക്കെ വന്നിട്ട് സത്യഭാമ കുറേ പറയുകയാണ്. കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഈ പറയുന്ന എനിക്കുൾപ്പെടെ സത്യഭാമ പറയുന്നില്ല അത് ചതി വഞ്ചന എന്ന് പറയുന്നത് എനിക്ക് ഒട്ടുമേ ഇഷ്ടമല്ല എന്ന് പറയുന്നില്ലേ. അത് കേട്ടപ്പം അറിയാണ്ട് നമ്മളൊന്ന് ചിരിച്ചു പോകും. കാരണം സുസ്മിത എന്ന പെരുങ്കള്ളിയെ വീട്ടിൽ തന്നെ താമസിപ്പിച്ച് എന്തൊക്കെ കള്ളത്തരങ്ങൾ, കള്ളി എന്ന് പറയാൻ പറ്റില്ല, പെരുങ്കള്ളിത്തരത്തിൻ്റെ എല്ലാ അങ്ങേയറ്റം പ്രവർത്തിച്ചിട്ടും സത്യഭാമ അന്തസ്സായി നോക്കി നിന്ന് വീട്ടിൽ തന്നെ താമസിപ്പിച്ചതല്ലേ ഉള്ളൂ. ആ സത്യഭാമയാണെന്ന് പറയുന്നത് തനിക്ക് വഞ്ചന ഇഷ്ടമല്ല, കള്ളത്തരം ഇഷ്ടമല്ല എന്ന് ചിരിക്കാനുള്ള വക തന്നെ. അപ്പം ശ്യാമ എന്താണ് പറയാനായിട്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കുവാണ്. അപ്പോഴത്തേക്കും നീ പറയടി, സത്യം പറ, എന്താ പപ്പി നിൻ്റെ മോളല്ലേ, പിന്നെ അപ്പം ശ്യാമ വയ്ക്കുക, സത്യാമ്മയെ എന്ത് പറയാനാ, നീ ഫോണിൽ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടല്ലോ, പപ്പി നിൻ്റെ മോളല്ലേ, പിന്നെ ആറാ മോളാന്ന് പറയടി, പപ്പി പിന്നെ മറ്റാറാ മോളാ. അപ്പോഴത്തേക്കും ശ്യാമ എന്താണ്, അയ്യോ എന്ത് പറയുന്ന ആളേക്കത്. ശ്യാമ പെട്ടെന്ന് ഒരു മിനിറ്റ് ആലോചിച്ചിട്ട് പറയാണ്, അത് ഞാൻ സത്യാമ്മ ഉദ്ദേശിച്ചത് ഞാൻ ഫോണിൽ പറഞ്ഞാണോ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, അമ്മ രാവിലെ തൊട്ട് തന്നെ പപ്പി മോളെ ബർത്ത്ഡേ വിഷ് പറയാൻ വേണ്ടി വിളിക്കുവാണ്, എന്നിട്ട് ഇത്ര നേരമായിട്ടും കൈ കെട്ടിയില്ല പപ്പി മോളെ, അതിൻ്റെ പരാതിയൊക്കെ അമ്മ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ പപ്പി എൻ്റെ മാത്രം മോളല്ല, ഇവിടെ എല്ലാവരെയും മോളല്ലേ, പിന്നെ എനിക്ക് എങ്ങനെയാണ് ഓരോരുത്തരും ഓരോ സമയം എന്താണ് പപ്പി എടുത്തുകൊണ്ടങ്ങ് പോകും, പിന്നെ എങ്ങനെ അമ്മയോട് സംസാരിപ്പിക്കുന്നതൊക്കെ ഞാൻ അമ്മയോട് അതാ പറഞ്ഞ. ഓ അതായിരുന്നു നീ പറഞ്ഞത്, ഓ ഞാനങ്ങ് പേടിച്ച് പോയിട്ട് എന്നിട്ട് അവിടെ അങ്ങ് കട്ടിലിനകത്ത് അങ്ങ് ഇരിക്കുവാണ്. ഇരുന്നിട്ട് ശ്യാമയുടെ കയ്യിൽ നിന്ന് വിട്ടിട്ടില്ല. എന്നിട്ട് ശ്യാമയുടെ പറയും, മോളെ സോറി കേട്ടോ സോറി എന്നൊക്കെ പറഞ്ഞിട്ട്, അയ്യോ നീ ഇതാ പറഞ്ഞതെന്ന് എനിക്കറിഞ്ഞില്ല, ഞാനങ്ങ് പേടിച്ച് പോയിട്ട് എന്നിട്ട് തിരിച്ചെന്താണ് സത്യാമ്മ എന്താണ് പോകുമ്പം തിരിച്ച് വീണ്ടും ഒന്നും കൂടെ ശ്യാമയെ നോക്കുകയാണ്. ഇവൾ പറഞ്ഞൊക്കെ സത്യം തന്നെ ആണോ എന്നൊരു മട്ടി നോക്കുമ്പോഴത്തേക്കും ശ്യാമ എന്താണ് ഭയങ്കര റിലാക്സായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പരിഭ്രമമുണ്ട്, പക്ഷെ എന്നാലും അത് കാണിക്കാതെ എന്തൊക്കെയോ കാണിച്ചങ്ങ് നിൽക്കുവാണ്. അവൾ സത്യഭാമ എന്താണ് വീണ്ടും നോക്കി ചിരിച്ചിട്ട്, ഓ എനിക്ക് തന്നെ പറ്റിയ തെറ്റാണ് എന്ന രീതിക്ക് സത്യഭാമ എന്താണ് തിരിച്ച് പോകുമ്പോൾ മോള് താഴേക്ക് വാന്ന് വിളിച്ചിട്ടാണ് സത്യഭാമ പോകുന്നത്. താഴെയാണെങ്കിലോ ഈ സമയത്ത് പപ്പീനെയും വെച്ചുകൊണ്ട് എല്ലാവരും ഭയങ്കര ആഘോഷത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നിൽക്കുകയാണ്. എല്ലാവരും കട്ട വെയിറ്റിംഗ്, സത്യമോളുടെ അമ്മ, അതായത് നമ്മുടെ ശാലിനിയുടെ എൻട്രിക്കാണ് വലിയൊരു വെയിറ്റിംഗ്. നമ്മുടെ പപ്പമോളും വിഷ്ണു എല്ലാവരുമായിട്ട് ഭയങ്കര എന്താണ് സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ടാണ് ഹാളിൽ നിൽക്കുന്നത്. അപ്പോഴത്തേക്കാണ് സത്യഭാമ താഴേക്ക് ഇറങ്ങി വരുന്നത്. ഈ സമയത്തിനകത്താണ് എന്താണ് മുറ്റത്തേക്ക് ഒരു കാറ് വന്ന് സൗണ്ട് കേൾക്കുന്നത്. നമ്മുടെ പപ്പിമോൾ എന്താണ് വിഷ്ണുവിൻ്റെ കൈയും വിട്ടങ്ങ് ഓടുവാണ് മുറ്റത്തേക്ക്. സത്യ വന്നേന്നുള്ള ഭയങ്കര ഹാപ്പിക്കകത്ത് ഓടുമ്പോഴത്തേക്ക് അപ്പോൾ ഒരു കാറ് വരുന്നുണ്ട്. ആ കാറും കൂടെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി. അപ്പം സത്യ വന്നു വന്നിട്ട് മുറ്റത്തേക്ക് താഴെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് നേരെ കാറ് തുറന്നിറങ്ങുന്ന ആരാന്നറിയോ, മധുശ്രീയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഉടനെ എന്താണ് കുഞ്ഞാണെങ്കിൽ പറയും, ഓ ബാഡ് ഗേൾ. അപ്പോഴത്തേക്ക് ഇവളെന്താണെന്നറിയോ, ബർത്ത്ഡേ ഗേൾ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് കറക്റ്റ് വീണ്ടും കൊച്ചു വിളിക്കുകയാണ് ബാഡ് ഗേൾ. ഇവളെന്താ വന്നതെന്നുള്ള മട്ടിനകത്ത് തന്നെ എന്താണ് കൊച്ചൊക്കെ തിരിച്ചെന്താണ് ദേഷ്യത്തിനകത്ത് അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ അകത്തേക്ക് കയറി പോകുമ്പം ഒരു കൂസലും ഇല്ലാതെ മടിയില്ലാതെ ഇവളും കൂടെ അകത്തേക്ക് കയറി വരാൻ നിൽക്കുമ്പോഴാണ് ഈ കുഞ്ഞിവളെ ബാഡ് ഗേൾ എന്ന് വിളിക്കുന്നതും കണ്ടുകൊണ്ട് നമ്മുടെ ഈ കാർത്തിക് അവിടെ തന്നെ നിൽക്കുന്നത്. അപ്പം കാർത്തിക് ഇവളെ കാണുമ്പോൾ, അയ്യോ ഇവളുടെ മുന്നിലാണെന്നല്ലോ ചെന്ന് ചാടിയത്, ഇവളെന്തിനാ ഇപ്പം ഈ പറയാതെ ഈ സമയത്ത് ഇവിടെ വന്നേ, ഇനി എൻ്റെ കള്ളത്തരമൊക്കെ എല്ലാവരോടും പറയാൻ വേണ്ടി വന്നതാണോ, എനിക്ക് പാല് തരാൻ വന്നതാണോ എന്നൊക്കെ ഭയങ്കര കാർത്തിക് ഇവിടെ പേടിച്ച് നിൽക്കുമോ. കാർത്തികയുടെ അടുത്തേക്ക് ഈ മധുശ്രീക്ക് വരുമ്പോഴത്തേക്കും മധുശ്രീനെ കാണുമ്പോൾ കാർത്തിക് കുറച്ചും കൂടെ പേടിയാകുമ്പോൾ മധുശ്രീനെ ഒരുമാതിരിയാണ് കാർത്തിക് നോക്കുന്നത്. അത് കണ്ട് കാർത്തിക് ചോദിക്കുക, നീ എന്തോടി ഒരുമാത്തൊരു നോട്ടം. അപ്പോഴത്തേക്ക് ഈ കാർത്തിക് ചോദിക്കുക, മധുശ്രീ എന്താ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്, ആ നീ ബാ ഞാൻ വന്നതിൻ്റെ കാര്യമൊക്കെ ഞാൻ പറയാം. ഈ മുറ്റത്തെ
ഒരു പന്തലിടാനുണ്ട്. ആ പന്തലിടാനുള്ളതിൻ്റെ അളവെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം വന്നത്. നീ അകത്തേക്ക് വാ. അപ്പോഴത്തേക്കും തന്നെ അകത്തേക്ക് വിളിച്ചെങ്കിലും ഈ കാർത്തിക പുറത്ത് തന്നേക്കോ ഇനി എന്നെക്കുറിച്ച് ഈ ബർത്ത്ഡേ ഫംഗ്ഷനകത്ത് വെച്ച് തന്നെ എല്ലാവരോടും സത്യങ്ങളൊക്കെ വിളിച്ച് പറയാനാണ് ഇവിടെ വന്നത്. എന്തെങ്കിലും ആവട്ടെ, എനിക്കിനി ടെൻഷൻ അടിക്കാനൊന്നും വയ്യ. ഇത്രയൊക്കെ പിടിച്ചെന്നില്ല, ഇനി ബാക്കിയുള്ളത് വരുന്നിടത്ത് വെച്ച് കാണാഞ്ഞിട്ട് ഈ കാർത്തിക അകത്തേക്ക് കയറി പോവാണ്. അപ്പോഴത്തേക്കും മധുശ്രീ വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ പപ്പിമോൾ എല്ലാവർക്കും ഇൻഫർമേഷൻ കൊടുക്കണം. ആ ബാഡ് ഗേൾ മുറ്റത്തേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഇൻഫർമേഷൻ എന്താണ് അച്ചാച്ചൻ്റെ എല്ലാവരും മുന്നിൽ വെച്ച് പറയുമ്പോഴത്തേക്ക് എവിടെ മോളെ ദാ മുറ്റത്ത് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും കറക്റ്റ് മധുശ്രീയുടെ എൻട്രി കണ്ടിട്ട് രാഘവേട്ടനും വിഷ്ണുവിനൊക്കെ ഭയങ്കര ചൊറിഞ്ഞിരിക്കുവാണ്. ആ സമയത്ത് പോലും ഇഷ്ടം ആറ് മുഖത്തും ഇല്ലയെന്ന് അറിഞ്ഞിട്ടും ഒരു കൂസലും ഒരു ഉളുപ്പും ഇല്ലാത്ത മധുശ്രീ അകത്തേക്ക് വന്നിട്ട് രാഘവേട്ടനെ നോക്കിയിട്ട് പറയാം, ഗുഡ് മോർണിംഗ് അങ്ങളെ എന്ന് പറയുമ്പോഴത്തേക്കും നിന്നെ ആരാടി ഇങ്ങോട്ട് ക്ഷണിച്ചത്, നീ എന്താണ് ക്ഷണിക്കാതെ ഇങ്ങോട്ടേക്ക് വന്നെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നേരെ ഇവിടെ എന്താണ് എന്ത് പറയണമെന്ന് ആലോചിച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് മേലിൽ നിന്ന് സത്യഭാമ എന്താണ് സ്റ്റെയർ ഇറങ്ങി വരുന്ന കാണുന്നുണ്ട്. എന്നാ ഇപ്പം ഞാൻ സൂത്രം ഒപ്പിച്ചേരാന്ന് പറഞ്ഞിട്ട് സത്യഭാമ എന്താണ് കയ്യിലെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പം മധുശ്രീ പറയുക, അങ്കിളെ അതെന്ത് ചോദ്യമോ, ദൈവം നമ്മളെ ക്ഷണിച്ചിട്ടാണ് നമ്മൾ ദൈവത്തിനെ കാണാൻ പോകുന്നത്. ദൈവം ഇരിക്കുന്ന അങ്ങോട്ടേക്ക് നമ്മളല്ലേ അങ്ങോട്ടേക്ക് ദൈവത്തിനെ തേടി പോകേണ്ടത്. ഭക്തന്മാരെപ്പോഴും അങ്ങനെ ദൈവത്തിനെ തേടിയാണ് പോകാറുള്ളത്. ഞാനതുപോലെ എൻ്റെ ദൈവത്തിനെ കാണാൻ ഇവിടെ വന്നു. അതായത് സത്യഭാമ ഭയങ്കര വിഗ്രഹമാണ്, ഞാൻ ആരാധിക്കുന്ന മൂർത്തി ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ അതിനെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സത്യഭാമ ഇതും കേട്ടുണ്ടല്ലേ വരുന്നത്. പിന്നെ സത്യഭാമ എന്താണ് അങ്ങ് പൊങ്ങിപ്പോകാം. കാരണം ഒന്നാമത് ഗസ്റ്റുകളുണ്ട്, അതിൻ്റെ കൂടെ ഇത്രയൊക്കെ പറയുമ്പോഴത്തേക്കും സത്യഭാമയ്ക്ക് എന്താണ് ഒന്നാമത് ചെറിയ രീതിയിലൊന്ന് ആ ഒരു വണ്ടി ആരെങ്കിലും ഒന്ന് ഇച്ചിരി ഒന്ന് പൊക്കി കൊടുത്താൽ പിന്നെ അങ്ങ് എന്താണ് പൊങ്ങച്ചത്തിൻ്റെ മേളിലേക്ക് കയറി നിന്നിട്ട് എന്നെ കവിഞ്ഞ് ആരും ഇല്ലടാപ്പ എന്നൊരു രീതിക്ക് അത് ഭയങ്കര ഹാപ്പി ആവുന്നൊരു കൂട്ടത്തിനകത്തായത് ഈ മധുശ്രീ അത് നല്ലപോലെ മുതലെടുക്കുവാണ്. ഇതും കേട്ടോണ്ട് എന്തോരം ഹാപ്പിക്കകത്താണെന്നറിയോ ഈ സത്യഭാമ താഴേക്ക് എൻട്രി വരുന്നത്. അപ്പോൾ ഇത് വരുന്നതും തന്നെ എന്താണ് ഈ സത്യഭാമയോട് രാഘവോട് ചോദിക്കുക, ഇവളെന്തിനാ ഭാമ ഈ സമയത്ത് ക്ഷണിക്കാത്ത സ്ഥലത്തേക്ക് വിരുന്നുണ്ടാൻ വേണ്ടി കെട്ടിയെടുത്തിരിക്കുന്നു ചോദിക്കുമ്പോഴത്തേക്കും അത് രാഘവേട്ട ഇന്ന ദിവസം നമുക്ക് ആരോടും വഴക്കും കാര്യം വേണ്ട, നമ്മൾ എത്രയോ പേരെ ക്ഷണിച്ചിരിക്കും, നമുക്ക് താല്പര്യമില്ലാത്തവരോട് പോലും ഇന്ന ദിവസം വഴക്ക് വേണ്ടെന്നിരിക്കുമ്പം ആ ഒരു കൂട്ടത്തിൽ ഇവളും കൂടെ ഇവിടെ പങ്കെടുക്കുന്നതിന് എന്താ തെറ്റ്. കാരണം അതിന് മുന്നേ ഈ മധുശ്രീ എന്താണ് സത്യഭാമയെ കണ്ടത് അങ്ങ് എന്താണ് ഒരു ആചാരം പോലെ അങ്ങ് കാലിലങ്ങ് വീഴുവാണ്. അപ്പോഴത്തേക്കും സത്യഭാമയ്ക്ക് പിന്നെ അത് ടോട്ടൽ ഫ്ലാറ്റ്. നേരത്തെ തന്നെ എന്താണ് വിഗ്രഹം എന്ന് പറഞ്ഞ് ഒന്ന് പൊക്കി കൊടുത്തെങ്കിൽ ഇപ്പം കാലിലും കൂടെ വീണ് ടോട്ടലി എന്താണ് അവരുടെ മനസ്സിനകത്ത് എന്താണ് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് സ്ഥാനം പിടിച്ച്. അപ്പോഴത്തേക്കും അവളിവിടെ നിൽക്കട്ടെ രാഘവേട്ട എന്ന് പറയുമ്പോഴത്തേക്കും മധുശ്രീ വേഗം ഞാൻ ജയിച്ച്, നിങ്ങളൊക്കെ ഇനി എന്ത് പറഞ്ഞാലും സത്യഭാമ എന്നെ ഇവിടെ നോട്ടീസ് ഇടാൻ പോകുന്നില്ല, ഞാനാണ് ഇന്ന് ഇവിടുത്തെ VIP, ഞാൻ പറയും സത്യഭാമ അതനുസരിച്ച് താളം തുള്ളുന്നു. ഭയങ്കര മനക്കോട്ടയാണ് ഈ മധുശ്രീ നിൽക്കുന്നത്. പക്ഷേ ആ മനക്കോട്ടയൊക്കെ നമ്മുടെ പൊന്നി ചേച്ചി അടിപൊളിയായിട്ട് അങ്ങ് തകർത്ത് വിടുക. കാരണം ഇവൾ സത്യഭാമയെ നോക്കിയിട്ട് സത്യഭാമ എൻ്റെ ഒരു വിഗ്രഹമാണ്, അതുപോലെ ആ വിഗ്രഹത്തിനെ കാണാൻ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നാൽ പിന്നെ എനിക്ക് എന്താണ് മറ്റൊന്നും വേണ്ട, ആരും എന്നെ ക്ഷണിച്ചില്ലെങ്കിലും ഞാനിവിടെ വന്നിരിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സത്യഭാമ അങ്ങ് പൊങ്ങി നിൽക്കുമല്ലേ. അപ്പം മധുശ്രീ ഈ പറഞ്ഞ വാക്കൊക്കെ സത്യഭാമയെ കളിയാക്കി പറഞ്ഞതാണ്, നാട്ടുകാരുടെ മുന്നിൽ കൊച്ചാക്കാൻ വേണ്ടി പറഞ്ഞാന്ന് ഈ പൊന്നി ചേച്ചി പറഞ്ഞു കൊടുക്കുമ്പോൾ സത്യഭാമ അങ്ങനെയാണോ പൊന്നി, അവൾ നല്ല ഉദ്ദേശത്തിൽ പറഞ്ഞല്ലേ, അവളെന്നെ ആരാധിക്കുന്നതല്ലേ പറഞ്ഞു. അല്ല സത്യാമ്മ, അവൾ സത്യാമ്മയെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്താൻ തന്നെ പറഞ്ഞതാ എന്ന് പറയുമ്പോഴത്തേക്ക് ആണോ എന്നൊക്കെ പറഞ്ഞ് സത്യാമ്മ നിൽക്കുമ്പോഴത്തേക്കും ഈ മധുശ്രീ എടുത്ത് വയ്ക്കുമോ. അതായത് ആ പോസ്റ്റിനകത്ത് സത്യമോളുടെയും പപ്പിമോളുടെയും പേര് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് കണ്ടിട്ട് സത്യാമ്മേ ഈ സത്യം എന്ന് പറയുന്ന ആരാ. അപ്പോഴത്തേക്കും പൊന്നിച്ചിക്ക് വീണ്ടും അടുത്തൊരു ഗോൾ അടിക്കാൻ കിട്ടി. കണ്ടോ സത്യാമ്മേ, അവൾക്ക് സത്യമോളുടെ കാര്യമൊക്കെ അറിയാം, എന്നിട്ട് സത്യം ആരാ എന്ന് സത്യാമ്മയുടെ മുന്നിൽ ചോദിക്കുന്നുണ്ടോ. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സത്യാമ്മയെ നാണം കെടുത്താൻ തന്നെയാണ്. ഇപ്പം സത്യാമ്മ മനസ്സിലായി. അപ്പോഴത്തേക്കും സത്യാമ്മ മനസ്സിലായി, ശരിയാ ഇവൾ എന്നെ നാണം കെടുത്താനാണ് എന്നതിന് സത്യാമ്മ ഉടൻ തന്നെ പറയുകയാണ്. ഇത് കേട്ടിട്ട് വിഷ്ണുവിനും അതുപോലെ തന്നെ പിള്ളച്ചേട്ടനും എല്ലാവരും എന്താണ് ഭയങ്കര ചിരിച്ചോണ്ട് നിൽക്കുകയാണ്. കാരണം അമ്മ എന്ത് വെട്ടിത്തരം പറഞ്ഞാലും ആ മണ്ടത്തരം കേട്ട് അതുപോലെ തലയാട്ടുന്നുണ്ടല്ലോ പാവം എന്നുള്ള രീതിക്കകത്ത്. കാരണം കാണാനുള്ള ആളിൻ്റെ ആ ഒരു ശരീരം ഇതൊക്കെ ഉള്ളൂ, പക്ഷെ തലയ്ക്കകത്ത് ബുദ്ധി വളരെ 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 ചെറുതാണെന്ന് മാത്രമേ ഉള്ളൂ. നീ ചേച്ചി പറഞ്ഞ ഡയലോഗ് നല്ലപോലെ അങ്ങേറ്റ് ഉടനെ തന്നെ സത്യഭാമ മധുശ്രീ പറയും, മധുശ്രീ നീ ഇവിടെ വന്നത് ബർത്ത്ഡേ ആഘോഷിക്കാനാണെങ്കിൽ ഒരു പീസ് കേക്ക്, ആ കേക്കും കഴിച്ചിട്ട് ഇവിടെ മിണ്ടാണ്ട് നിന്നിട്ട് പോയിക്കോണമെന്ന് അറിഞ്ഞിട്ട് മധുശ്രീനെ എങ്ങനെ എന്താണ് മൈൻഡ് ചെയ്യാതെ നേരെ ബാക്കി വന്ന ഗസ്റ്റോട് സഹകരിക്കുമ്പോഴത്തേക്കും മധുശ്രീക്ക് മനസ്സിലായി എന്താണ് താൻ ഇവിടെ ഏൽക്കുന്ന പണിയൊന്നും ഇവിടെ ഏൽക്കാൻ പോകുന്നില്ല, താൻ വയ്ക്കുന്ന പാരയൊന്നും ചിലപ്പോൾ സത്യഭാമ ഇന്നത്തേക്ക് എടുത്ത് നിരിക്കത്തില്ല എന്നിട്ട് സത്യമ്മ പറയുന്ന പോലെ തന്നെ എന്ന് പറഞ്ഞ് നേരെ ഈ കാർത്തികയെ കണ്ണ് കാണിക്കുക, കാർത്തികയെ പുറത്ത് വരാൻ. അപ്പോഴത്തേക്ക് എല്ലാവരും ചിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇവളങ്ങ് വളിച്ച് പോയല്ലോ എന്ന രീതിയിൽ ചിരിക്കുമ്പോഴത്തേക്കും ഇവൾ ബാക്കിയുള്ളവരുടെ കണ്ണും വെടിച്ച് നേരെ കാർത്തികയും കൊണ്ട് പുറത്ത് വന്ന് സംസാരിക്കുകയാണ്. അപ്പം കാർത്തികയെ ചോദിക്കുവാണ് എന്താ പ്രശ്നം മധുശ്രീ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നേ. അപ്പോഴത്തേക്കും മധുശ്രീ പറയുമോ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേടി ഇവിടെ എന്ത് നടന്നാൽ എന്നെ വിളിച്ച് അറിയിക്കണമെന്നാ. അതിപ്പോൾ 2 കുട്ടികൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യുന്നതൊക്കെ വലിയ കാര്യമാണ്, അതൊക്കെയാണ് വിളിച്ച് പറഞ്ഞത്. അത് അത്ര വലിയ കാര്യമല്ല, നിന്നോട് ആരാടി പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഒരു ചീത്ത വാക്കൊക്കെ ഉപയോഗിച്ചാണ് സംസാരിക്കുന്നത്.
കാർത്തിക പറയാം അതിനൊന്നും സംഭവിച്ചില്ല, 2 കുട്ടികൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നല്ലേ ഉള്ളൂ, ഇന്ന് ആരാടി നിന്നോട് പറഞ്ഞേ? അപ്പോൾ മത്സരി പറയാ ഇന്ന് ഒരാളെ കൊന്നിരിക്കും, അത് ആരെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് കാർത്തിക ചോദിക്കുന്നവർ പറയാം അതാരാന്നൊന്നും എനിക്കറിയത്തില്ല, ഒന്നീ ചെറുതാകാം ഒന്നീ വലുതാകാം, അത് ആര് വേണമെങ്കിലാകാം. അപ്പോഴത്തേക്ക് എന്താണ് കൊല്ലുമെന്നോ എന്ന് പറഞ്ഞിട്ട് കാർത്തിക പേടിച്ചിരിക്കുമ്പോഴത്തേക്ക് അതിന് നീ എന്തിനാ ഇത് കേട്ട് തന്നെ ഇത്ര ഷോക്കാവുന്നത്? ആ കൊല്ലാൻ പോകുന്ന വ്യക്തി തന്നെ നീയല്ലേ, നിൻ്റെ കൈ കൊണ്ടല്ലേ ഇത് ചെയ്യാൻ പോകുന്നത്, എന്നിട്ടാവും നീ ഇത്രയും പേടിക്കുന്നത്? ഇത്ര ഉള്ള ചെറിയ കാര്യത്തിന് ഷോക്കാകുമ്പം ഇനി ആ കൊലപാതകം കൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് നിൻ്റെ ബാക്കിയുള്ള റിയാക്ഷൻ എന്തായാലും കാർത്തികയെ കൂൾ എന്ന് പറഞ്ഞിട്ട് ഇതാക്കുമ്പോൾ കാർത്തികയെ ഭയങ്കര വിളിച്ചു, ഞാൻ കൊല്ലണമെന്നോ? ആരെ കൊല്ലണം? അതൊക്കെ ഞാൻ സമയമാകുമ്പോൾ നിന്നോട് പറയാം, നീ അതനുസരിച്ച് കേട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് കാർത്തികയെ വീണ്ടും എന്താണ് കയ്യിലെടുക്കുവാണ്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളൂ എൻ്റെ ഒരു വിരൽ ഞൊടിച്ചാൽ തീരാവുന്നേ ഉള്ളൂ, നിൻ്റെ ഇവിടുത്തെ ജീവിതമല്ല ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ കാര്യം, അതുകൊണ്ട് ഞാൻ പറയുന്ന കേട്ട് നിന്നാൽ നിനക്ക് എല്ലാം സെറ്റാ എന്ന് പറയുമ്പോഴത്തേക്കും കാർത്തിക എന്താണ് വീണ്ടും ഇവിടെ ട്രാപ്പിൽ തന്നെ അങ്ങ് പെട്ട് നിൽക്കുവാണ്. ഈ സമയത്താണ് നമ്മളെന്താണ് സത്യമോളും അതുപോലെ തന്നെ നമ്മുടെ ശാലിനിയും കൂടെ എന്താണ് വന്നുകൊണ്ടിരിക്കുക. അമ്മ എത്താറായെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇതാ ഇപ്പം എത്തുമെന്ന് പറഞ്ഞിട്ട് അവർ കറക്റ്റ് എന്താണ് ആ മുറ്റത്തേക്ക് എത്താറായി നിൽക്കുവാണ്. സമയം തന്നെ ഈ ജയശങ്കറാണ് നേരെ ഇവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയി എന്താണ് ഇവളുടെ ഫോട്ടോ, അതായത് കാർത്തികയുടെ ഫോട്ടോ കാണിച്ച് ഇവിടെ നാട്ടിൽ ഞാൻ ഇവിടെ വെച്ച് തന്നെ കണ്ടതാണ്, ഇവളെക്കുറിച്ച് നേരത്തെ തന്നെ എൻ്റെ നാട്ടിൽ തന്നെ ഞാൻ ഒരു കേസ് കൊടുത്തത്. അപ്പോൾ അവരാണ് പറഞ്ഞത് അവൾ ഇവിടുത്തെ CCTVക്കകത്ത് കാണുമെന്ന്. ഞാൻ ഇവളെ ഒരാഴ്ച കൊണ്ട് ഇവിടെ തന്നെ അന്വേഷിക്കുക സാർ, അപ്പം ഞാൻ ഇവിടുത്തെ ഒരു അമ്പലത്തിൽ വെച്ച് കണ്ട്. അപ്പോൾ അതിന് താൻ എന്തിനാണോ ഈ സ്റ്റേഷൻ എന്ന് പറഞ്ഞത്, തൻ്റെ സ്റ്റേഷൻ പറഞ്ഞ പോലെ സാർ അവർ പറയുന്നത് ഇപ്പം ഈ അമ്പലം എന്ന് പറയുന്നതും ഈ കണ്ട പരിസരവും അവരുടെ സ്റ്റേഷൻ പരിധി അല്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ വന്ന് കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എടോ ഇവിടെ തന്നെ ഇഷ്ടംപോലെ കേസ് കെട്ടിക്കിടക്കുമെന്നൊക്കെ പറഞ്ഞ് ഈ പോലീസുകാരൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വേറൊരു ഓട്ടോക്കാരനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരും. എടാ നീ എന്താടാ ഇങ്ങനെ കാണിക്കുന്നത് എന്നിട്ട് നിന്നെ നിന്ന് ഇടിച്ച് സുപ്പാക്കാൻ വന്നിട്ട് മറ്റ് പോലീസുകാരെന്താണ് കോൺസ്റ്റബിൾസൊക്കെ കൊടുത്ത് ഒരു ഓട്ടോക്കാരനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേക്കും ഈ ഓട്ടോക്കാരൻ നേരെ ഈ SIയുടെ കയ്യിൽ ഇരിക്കുന്ന ആ ഫോട്ടോ കാണുമ്പോൾ അപ്പോൾ ഫോട്ടോ കാണുമ്പോൾ കറക്റ്റ് അവൻ അറിയാം. കാരണം കാർത്തിക ആദ്യമായിട്ട് ഈ മധുശ്രീ ഭീഷണിപ്പെടുത്തിയ ദിവസത്തിനകത്ത് കാർത്തിക ഒരു ഓട്ടോ പിടിച്ച് സീക്രട്ടായിട്ട് പോയിട്ട് ചേട്ടാ ഇവിടെ എത്ര നേരം വേണമെങ്കിൽ വെയിറ്റ് ചെയ്താൽ ആ വെയിറ്റിംഗ് ചാർജിന് ഞാൻ ഓട്ടത്തിനുള്ള കൂലി ഫുൾ തരാമെന്ന് പറഞ്ഞില്ലേ, അതേ ഓട്ടോക്കാരനാണ് ഇപ്പോൾ ഈ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഓട്ടോക്കാരൻ പറയുന്നത് സാറേ ആ ഫോട്ടോ നോക്കട്ടെ, എടാ നീ ചുമ്മാ കടന്ന് ഉടായ്പിക്കല്ലേ, നീ ഉടായ്പ കാണിച്ചിട്ട് ഈ കേസിന് രക്ഷപ്പെടാൻ നോക്കല്ലേ? അല്ല സാറേ ഈ പെങ്കൊച്ചിനെ എനിക്ക് നല്ല പോലെ അറിയാം, നിനക്കറിയാവോ? ഞാൻ ഇതൊക്കെ വേണമെങ്കിൽ പറയാം, പക്ഷേ ഇനി കേസിന് ഒരുത്തരം ഇടിച്ച് പൂസായിക്കളെ, മര്യാദയ്ക്ക് നിനക്ക് അറിയാവുന്ന എവിടെയെന്ന് വെച്ച് പറയുന്ന പറയുമ്പോഴത്തേക്ക് നേരെ അവൻ പറയുകയാണ് സാർ ഈ കൊച്ചിൻ്റെ ഓട്ടോയിൽ കയറിയിട്ടോ എനിക്ക് നല്ല പോലെ അറിയുന്നത്, ഈ കൊച്ചി തന്നെ സത്യാമ്മയുടെ വീട്ടിലേക്ക് ഉള്ളതാണ്, സത്യാമ്മയുടെ വീട്ടിൽ ഉള്ളത്, പക്ഷേ ആരാ സത്യാമ്മയുടെ ഒന്നും എന്നോട് പറഞ്ഞില്ല, സത്യാമ്മയുടെ വീട്ടിൽ ഇറക്കി വിടണമെന്ന്. എന്ത് നീ ആ പെണ്ണിനെ ഇറക്കി വിട്ടോ? ആ സത്യാമ്മയുടെ വീട്ടിൽ തന്നെ ഇറക്കി വിട്ടുന്നേ, സത്യാമ്മയുടെ വീട്ടിൻ്റെ ഗേറ്റ് വരെ ഞാൻ കൊണ്ട് ഇറക്കി വിട്ടേ, എന്നിട്ട് ആ പെണ്ണ് അതിൻ്റെ അകത്ത് പോയോ? അത് ഞാൻ കണ്ടില്ല സാറേ, എനിക്കറിയത്തില്ല. അപ്പോഴത്തേക്ക് പോലീസുകാർ പറയും സത്യഭാമയുടെ വീട്ടിലല്ലേ, എന്നാൽ ശരി ഞാൻ ഇപ്പം സെറ്റാക്കി തരാം, നമുക്ക്. അപ്പം ഇവൻ ചോദിക്കുകയാണ്, ജയശങ്കർ ചോദിക്കുക ഈ സത്യാമ്മ ആരാ സാറേ? തനിക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയാൽ പോരെ. എന്നിട്ട് ജയശങ്കറിനെയും ഈ ഓട്ടോക്കാരനെയും എല്ലാവരെയും കൊണ്ട് ഈ പോലീസ് ഓഫീസർ എന്നാണ് നേരെ സത്യഭാമയുടെ വീട്ടിൽ ഈ ബർത്ത്ഡേ നടക്കുന്ന ഒന്നും കാര്യം അറിയാതെ ഇവരെയും കൊണ്ട് ഈ കാർത്തിക് അന്വേഷിക്കാൻ നേരെ സത്യഭാമയുടെ വീട്ടിലേക്കാണ് പോലീസിൻ്റെ എൻട്രി വരാൻ പോകുന്നത്. ഇനി ഇവിടെ സത്യഭാമയുടെ വീട്ടുമുറ്റത്തോ നമ്മുടെ ശാലിനി എത്തിക്കഴിഞ്ഞു. അപ്പോൾ ശാലിനി സത്യം കൊണ്ട് വന്നിട്ട് ശാലിനി എന്താണ് അകത്തേക്ക് കയറാനായിട്ട് നിൽക്കുന്നില്ല, പകരം ശാലിനി എന്താണ് ഗിഫ്റ്റ് പാക്കറ്റൊക്കെ എടുത്ത് നേരെ സത്യമോളുടെ കൈ കൊടുത്തിട്ട് പോവോ മോള് കയറി ചെന്നോന്ന് പറയുമ്പോഴത്തേക്കും അമ്മ വരുന്നില്ലേ? അപ്പോഴത്തേക്കും സത്യയെടുത്ത് പറയുവാണ് അമ്മയ്ക്കൊരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടല്ലോ. അമ്മ ഇന്ന് ഇത്രയും പ്രത്യേകമുള്ള ദിവസമല്ലേ, എന്നിട്ട് അമ്മയ്ക്ക് മീറ്റിംഗ് ഒക്കെ ആണോ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാനാ, അമ്മ ഒരു കളക്ടർ അല്ലേടാ, അമ്മയ്ക്ക് ആ മീറ്റിംഗ് പങ്കെടുക്കാതിരിക്കാൻ പറ്റും, അമ്മയ്ക്കൊരു ഓൺലൈൻ മീറ്റിംഗ്, അമ്മ കാർ ഇരുന്ന് ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരാം. അമ്മ അവരെല്ലാം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമല്ലേ, അതുകൊണ്ടല്ലേ പറഞ്ഞത് മോൾ ഇനി അവരെ വീണ്ടും വെയിറ്റ് ചെയ്യിപ്പിക്കാതെ നേരെ ഗിഫ്റ്റൊക്കെ കൊണ്ട് അകത്തേക്ക് ചെല്ല്, പപ്പയും മോക്ക് നിന്നെ കാണും ഭയങ്കര സന്തോഷം അതല്ലേ പറയുമ്പോൾ അമ്മ വരണമെന്ന് പറഞ്ഞിട്ട് നേരെ എന്താണ് സത്യമോൾ നേരെ കവറൊക്കെ കൊണ്ട് അകത്തേക്ക് പോവാണ്. അപ്പോഴത്തേക്ക് നേരെ എന്താണ് വിഷ്ണു ആണെങ്കിൽ വാതിലിലേക്ക് തന്നെ പ്രതീക്ഷയോട് കാത്തിരിക്കുക. പപ്പി മോള് എത്ര കുഞ്ഞായിട്ട് കാത്തിരുന്ന് നോക്കുന്നു അതുപോലെ തന്നെ കണ്ണും കൊണ്ട് എന്താണ് അത് ഈ വാതിൽ നോക്കിയിരിക്കുകയാണ് ആ എൻട്രിക്ക് വേണ്ടി. ശാലിനി ഉൾപ്പെടെ കാണാനാണ് ഈ ഒരു സന്തോഷത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അതേ ശാലിനി വരുന്നില്ല, പകരം സത്യമോൾ വരുമ്പം തന്നെ വിഷ്ണുവിന് പകുതി സന്തോഷമാവുകയാണ്. കാരണം എന്താണ് വന്നല്ലോ എന്ന രീതിക്കകത്ത്. അപ്പോൾ സത്യമോളെ കാണുന്ന പപ്പിമോൾ എന്താണ് സത്യേ എന്ന് പറഞ്ഞിട്ട് എന്താണ് രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിക്കുക. എന്നിട്ട് എന്താണ് സത്യമോൾ ആ ചുറ്റിനെ നോക്കി ഡെക്കറേഷനൊക്കെ സൂപ്പറായിട്ടുണ്ട് പപ്പി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ വിഷ്ണുവിൻ്റെ കണ്ണ് നേരെ ആ വാതിലേക്ക് തന്നെ, കാരണം ശാലിനി ഇതുവരെ അകത്തേക്ക് വന്നില്ലല്ലോ എന്ന് വിഷ്ണു അങ്ങോട്ടേക്ക് തന്നെ നോക്കി. അപ്പം രാഘവേട്ടൻ അതുപോലെ തന്നെ നോക്കും, എത്തിയത് നോക്കും അവിടെ ഇരുന്നുകൊണ്ട് തന്നെ, അതായത് ശാലിനിയെ കാണുന്നില്ല. അപ്പോഴത്തേക്കും രാഘവേട്ടൻ ചോദിക്കുമോ മോളെ അമ്മ വന്നില്ലേ? അമ്മ വന്നിട്ടുണ്ടാങ്ങളെ, അമ്മയാണെങ്കിലേ കാറിരിക്കും, അമ്മയ്ക്കൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോഴത്തേക്കും സത്യാമ്മ മനസ്സിൽ നിൽക്കും, ഓ അതെന്തായാലും കാര്യം സന്തോഷം, എന്നാലും ഇന്നത്തെ ദിവസം ഇവൾ അകത്ത് കയറി വന്നാൽ ഇവളെ ഇവിടെ വീട്ടിൽ സ്വീകരിക്കേണ്ട വന്നതിന്, ആ സ്വീകരിക്കേണ്ട വന്നതിന് പകരം അവൾ ആ മീറ്റിംഗ് കൊണ്ട് അവിടെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. എന്നാൽ ഇന്ന ദിവസം ഞാൻ ആരോട് മുഖം
സങ്കടപ്പിച്ചെന്ന് എനിക്ക് വേറൊന്ന് കേൾക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്കും വിഷ്ണുവിന് സങ്കടമാവും. കാരണം ശാലിനി വീട് വരെ വന്നിട്ടും മുറ്റത്തിൻ്റെ അവിടെ നിൽക്കുന്നതല്ലാതെ അകത്തേക്ക് കയറിയില്ലല്ലോ എന്ന സങ്കടത്തിൽ വിഷ്ണു ഇങ്ങനെ തല താഴ്ത്തി ഒരു സങ്കടം വെച്ചിട്ട് നേരെ വിഷ്ണു എന്തോ പ്ലാൻ ചെയ്യുമോ. വിഷ്ണു ചിന്തിക്കാൻ പോകുന്നത് അവിടെ പോയി ശാലിനിയെ കൊണ്ടുവരാനാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിലേക്ക് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന ഏറ്റവും മനോഹരമായ രംഗമാണ്. അതായത് വിഷ്ണു തന്നെ നേരെ അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്ന് വാതിലിൽ നിന്ന് പോയി നേരെ ശാലിനി കൈ പിടിച്ച് ശാലിനി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നതും ശാലിനിയുടെ കൈ പിടിച്ചത് വാടോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പം ശാലിനിയുടെ കണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കാണിച്ചാണ് അടുത്ത എപ്പിസോഡ് സ്റ്റാർട്ടിങ് വരുന്നത്. അതിന് ഹിൻറ്റ് തന്നതേ ഉള്ളൂ. ഇത് നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്ന സ്റ്റാർട്ടിങ് പോയിൻ്റാണ്. ഇപ്പം ഇന്ന് കാണിക്കാൻ പോകുന്ന എപ്പിസോഡ് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ വിഷ്ണു ശാലിനി വന്നില്ലല്ലോ, അപ്പം ശാലിനിയെ വിളിച്ചുകൊണ്ട് വരണോ എന്ന് ആലോചിച്ചുകൊണ്ട് അങ്ങോട്ട് തന്നെ മുറ്റത്ത് തന്നെ നോക്കിയെന്ന് നിൽക്കുന്നതും എന്തോ ശാലിനിയെക്കുറിച്ച് ചിന്തിക്കുന്നതും കാണിച്ചാണ് ഇനി കാണാൻ പോകുന്ന എപ്പിസോഡിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. ശാലിനി പുറത്തേക്ക് നിൽക്കുന്നു, വിഷ്ണു അകത്തുനിന്ന് ശാലിനിയെക്കുറിച്ച് ചിന്തിക്കുന്നു. അത്രയും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് എൻ്റെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കുടുംബശ്രീ ഷാദയുടെ ഫുൾ എപ്പിസോഡ് റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണുമോ, ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നതിന് കമൻസ് ഷെയർസ് ലൈക്സിന് ആരും മറക്കണ്ട കേട്ടോ. ഇന്ന് പറ്റുവാണെങ്കിൽ ഇന്ന് ചിലപ്പോൾ അടുത്ത 2 വീഡിയോസും കൂടെ ഇട്ടുന്നിരിക്കും. അതായത് നാളത്തേക്കുള്ള എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങും അതിൻ്റെ അടുത്ത എപ്പിസോഡ് എന്ന് പറയുന്നത് അതിനേക്കാളും രസകരമായ ഒരു എപ്പിസോഡാണ്. അപ്പോൾ അതും കൂടെ ഇട്ടുന്നിരിക്കും. ബൈ.